കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു കർത്തൃദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില ചിന്തകൾ ഒന്ന് പങ്കിടാം. ഒരു എബ്രായ കവിയുടെ ഒരു വാക്യം അത്യന്തം ശ്രദ്ധേയമാണ്. ഇല്ലായ്മയുടെ സമൃദ്ധിയാണ് എനിക്കുള്ളത്, എങ്കിലും എനിക്ക് എൻ്റെ ദൈവം ഉണ്ട്. പണം, ഭൂസ്വത്ത്, ഉന്നത പദവി, സുരക്ഷിതത്വം മുതലായവയുടെ ഇല്ലായ്മ ഉണ്ടെന്നിരിക്കലും എനിക്ക് എൻ്റെ ദൈവമുണ്ടെന്ന് പറയുന്നതിൽ നിന്ന് അദ്ദേഹം തികച്ചും സംതൃപ്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവമില്ലാത്ത ഒരുവനും മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നാലും സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് എന്തു തന്നെ ഉണ്ടായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, ദൈവമുള്ള ഒരുവന് അനന്യസുലഭമായ സംതൃപ്തിയും സന്തോഷവും ഉണ്ടായിരിക്കും. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പിറുപിറുക്കുന്ന ശീലമുള്ളവരാണ് അധിക പങ്കും. ഒന്നുകിൽ മഴ പെയ്യാത്തതിനെ കുറിച്ചായിരിക്കും പരാതി, അല്ലെങ്കിൽ മഴ ഏറിപ്പോയതിൻ്റെ പേരിലായിരിക്കും. ജനസാമാന്യത്തിൻ്റെ സംസ്കാര ശൂന്യത, ശുചിത്വ ബോധമില്ലായ്മ, വിദ്യാർത്ഥികളുടെ അച്ചടക്കമില്ലായ്മ, ഇങ്ങനെ നൂറ് കാര്യങ്ങളെ ചൊല്ലി നാം പിറുമുറുക്കാറുമുണ്ടല്ലോ. ഇല്ലായ്മയുടെ ആധിക്യത്തെക്കുറിച്ചുള്ള പരാതികൾ സൂചിപ്പിച്ച എബ്രായ കവിയെ പോലെ എനിക്കുള്ള ഇല്ലായ്മകൾ അസംഖ്യമാണ്, എങ്കിലും എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? സംതൃപ്തി എന്നത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒഴുകുന്ന ഒന്നല്ല, പ്രത്യുത ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാകുന്നു. അമേരിക്കയെ പോലെ ഐശ്വര്യ സമൃദ്ധിയുടെ ഉച്ചകോടിയിലെത്തിയാലും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകണമെന്നില്ല. എന്നാൽ എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരുവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പൊന്തി വരുന്ന നീരുറവകളാണ് സംതൃപ്തിയും സന്തോഷവും. ചിത്ത വൈക്ലഭ്യം അല്ലെങ്കിൽ പാരവശ്യ പ്രകൃതം പലരുടെയും കൂടപ്പിറപ്പാണ്. നിസ്സാര കാര്യങ്ങൾ മതി പരവശരാകാൻ. ഇക്കൂട്ടരെ സംതൃപ്തിയും സന്തോഷവും ഒഴിഞ്ഞു മാറിക്കളയും. ഭാവിയെ സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയാതെ കുഴങ്ങുമ്പോൾ പലവരും പരവശരായി തീരുക സാധാരണമാണ്. ഉറക്കമില്ലായ്മ കൂട്ടിന് എത്തുകയും ചെയ്യും. പല തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടി വരുമ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോവുകയും അസ്വസ്ഥമാവുകയും ചെയ്യും. എന്നാൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ നമ്മുടെ പ്രശ്നഭാരങ്ങൾ ഏൽപ്പിക്കാൻ കൂട്ടാക്കാത്തതാണ് നമ്മുടെ പാരവശ്യത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് ഓർക്കാറില്ല. നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുമ്പോൾ ആ പ്രശ്നം ദൈവത്തെ ഏൽപ്പിക്കുക. ദൈവം അത് അത്ഭുതകരമായി കൈകാര്യം ചെയ്തുകൊള്ളും. നമ്മുടെ ഉപബോധ മനസ്സിൽ കൂടി ദൈവം നമുക്ക് വഴികാട്ടി തരും. ദാവീദ് രാജാവിന്റെ ഒരു കവിതയിൽ ഇപ്രകാരമുണ്ട്: രാത്രികാലങ്ങളിൽ എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. നാം ഉറങ്ങുമ്പോൾ അന്തരംഗത്തിൽ കൂടി ദൈവം നമുക്ക് വഴികാട്ടി തരുന്നു. ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന്. നാം കുലുങ്ങാതിരിക്കുന്നതിന് ദൈവത്തെ വലതുഭാഗത്ത് പ്രതിഷ്ഠിക്കേണ്ടതാണ്. എന്താണ് വലതുഭാഗത്തിനുള്ള പ്രാധാന്യം? ഭാരതീയ സങ്കല്പത്തിലും പാശ്ചാത്യ സങ്കല്പത്തിലും വലതുഭാഗത്തിന് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. വിവാഹവേളയിൽ വധുവിന്റെ വലതുഭാഗത്താണ് വരനെ നിർത്താറ്. തന്റെ ജീവിത സഖിയെ ആയുഷ്കാലം മുഴുവൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന വാഗ്ദാനത്തെ അത്രയും വലതുഭാഗം സൂചിപ്പിക്കുന്നു. നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തെ നമ്മുടെ വലതുഭാഗത്ത് തന്നെ പ്രതിഷ്ഠിക്കുമെങ്കിൽ നാം ഒരു നാളും കുലുങ്ങുകയോ പരവശരായി തീരുകയോ ചെയ്യുന്നില്ല. നമുക്കതിനൊന്ന് ശ്രമിച്ചു നോക്കണ്ടേ? നമുക്ക് നമ്മുടെ ദൈവത്തെ നമ്മുടെ വലതുഭാഗത്ത് ഒന്ന് സ്ഥിരമായി നിർത്തണ്ടേ? ആ കരങ്ങളിൽ പിടിച്ചുകൊണ്ട്, ആ മുഖങ്ങളിൽ നോക്കിക്കൊണ്ട് അനുഗ്രഹീതമായി ജീവിപ്പാൻ നമുക്ക് കഴിയണ്ടേ? ശ്രമിച്ചു നോക്കാം പ്രിയപ്പെട്ടവരെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.